പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ അത്യുന്നത സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശിവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായി നീക്കും. എന്റെ സഹോദരങ്ങളെ, ഒന്നാം ലേഖനം 17 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ.
ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ഇതാണ് എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത്. ആരെങ്കിലും ദൈവവിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ട. ആരെങ്കിലും വിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ പരിച്ഛേദനം ചെയ്യേണ്ടതില്ല. പരിച്ഛേദനോ അപരിച്ഛേദനോ എന്ന് നോക്കേണ്ട. ദൈവകൽപ്പന പാലിക്കുക എന്നതാണ് സർവപ്രധാനം. വിളിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ ഓരോരുത്തരും തുടർന്നു പോകട്ടെ. ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നുവോ? സാരമില്ല. സ്വതന്ത്രനാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. എന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്. അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ അടിമയുമാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. അതുകൊണ്ട് സഹോദരരെ, ഏത് അവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുകയും ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായി നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ചു. അനന്തകാരുണ്യത്തിനെ എന്നേക്കും സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ. ആത്മാർത്ഥതയോടും ബോധ്യത്തോടും കൂടി തമ്പുരാനെ അനുഗമിക്കുന്നവരാകുക. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അധാർമിക സമ്പത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും? മറ്റൊരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലായെങ്കിൽ നിങ്ങൾ സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും? ഒരു പെട്ടിന് 2 യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദേശിക്കുകയും മറ്റൊരുവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾ കഴിയുകയില്ല. പണക്കൊതിയിലായ ഫരിസേയർ ഇതെല്ലാം കേട്ടപ്പോൾ അവരെ പുച്ഛിച്ചു ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. നിയമവും പ്രവാചകന്മാരും യോഹന്നാന്മാരിലായിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അത് പ്രവേശിക്കുന്നു. നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാക്കുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്.
കടാക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെ നാഥനായ തനിക്ക് വാസമുദ്രത്തിൽ നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കഴുകികളയട്ടെ. അങ്ങയുടെ ആദ്യമായ തുതി എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഗ്രഹാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാരത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർവമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൽ സ്വർഗവാസികളുടെ ആയിരങ്ങളും ആരാധമാന പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രമേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. മാനവരേ
നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ശുദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാലനം ചെയ്യുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ ഉപദേശിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെയും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവാസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർണ്ണതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഉപദേശം സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങേ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. നാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതുല പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ശരീരമായ ശരീരങ്ങളെ
ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടു കൂടി അവരെ വിളിച്ചപേക്ഷിക്കാം. സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അവരുടെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സർവ്വതിന്റെയും നാഥായ നീക്കും.
അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിത്യം നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും